എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ട്രിപ്പ് പോകാം. ഞങ്ങൾ പോകുന്നത് ഡാർജിലിംഗ് ജില്ലയിലെ കുർസോം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. മിന്നുവിന്റെ കണ്ണിന് എന്തോ മിന്നു സൂപ്പർ ആണല്ലോ. ഞങ്ങൾ 5 പേരടങ്ങുന്ന സംഘമാണ് പോകുന്നത്. മിന്നുവിന് കണ്ണിൽ വാലിട്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് പറയണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കുർസോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നയന മനോഹരമായ ഒരു ഹൈ റേഞ്ച് ഏരിയയാണ്. അടിപൊളി പ്രകൃതി ഭംഗിയാണ് ഇവിടെ സൈഡിൽ ഇപ്പോൾ റെയിൽ പാളം കണ്ടില്ലേ, ഇതാണ് ടോയ് ട്രെയിൻ പോകാനുള്ളത്. ഡാർജിലിംഗ് മുതൽ ജൽപാഗുരി വരെ പോകുന്ന റെയിൽ പാളമാണിത്. കാടിൻ്റെ ഇടയിൽ കൂടൊക്കെ ഈ ട്രെയിൻ പോകും. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽ എന്നാണിത് പറയുന്നത്. റോഡിൻ്റെ ഇടയ്ക്കിടയ്ക്ക് റെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആകുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ചെറിയ സമ്പാദ്യം വെച്ചാണെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെറിയ ചെറിയ യാത്രകൾ പോകുക. ജീവിതം ആസ്വദിക്കണം. അല്ലെങ്കിൽ നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് സമ്പത്തുണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യം അതിന് അനുവദിക്കില്ല. നമുക്ക് വേണ്ടി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന കാഴ്ചകൾ കാണുക, പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുകയും ചെയ്യുക. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ ഒരിടത്ത് നിർത്തി ഇവിടുത്തെ ആ കാഴ്ചകൾ കണ്ടു. ഇവിടെ അതിമനോഹരമായ ഒരു താഴ്വാരമാണിത്. അവിടെ നിന്നും യാത്ര തിരിക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് കണ്ട് ഈ ഒരു മോള് പോലുള്ള ആ ഒരു ഏരിയയിൽ മുകളിൽ കയറി നിന്നാൽ അടിപൊളിയായിട്ട് വ്യൂ കാണാം. പക്ഷേ അവിടെ തിരക്കായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും യാത്ര തിരിച്ചു. ഞങ്ങൾ പോകുന്ന റൂട്ട് തന്നെയാണ് റെയിൽ പാളവും ഉള്ളത്. പോകുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് ഹോം സ്റ്റേയും അങ്ങനെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. എന്താ അടിപൊളി ഒരു താഴ്വാരം, നമ്മുടെ ഇടുക്കി പോകുന്ന ഫീല്. പിന്നെ ഇതാണ് തിന്താരി വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം അരുവിയായി പോകുന്നത് കാണാം. അവിടെ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ ടോയ് ട്രെയിൻ വരുന്നത്. കാടിൻ്റെ ഒക്കെ ഇടയിലൂടെ ഈ ഒരു ട്രെയിൻ സഞ്ചരിക്കും. ഇനിയും രാജാവായി വരുന്ന ആ ട്രെയിനിനെ നമുക്ക് കാണാം. വീഡിയോ എടുക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ ട്രെയിൻ നോക്കിയടി, പിന്നെ അവിടെ നോക്കി. ഹോൺ ഇച്ചിരി കഠിനമാണ്, ഹോണിൻ്റെ സൗണ്ട്. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങളുടെ ക്യാമറയിൽ പകർത്തിയതിനു ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ അവസാനമായ കുർസോം എത്താറായി. പോകുന്ന വഴിയിലൊക്കെ നല്ല രീതിയിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുണ്ട്. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പിന്നെ മേഘങ്ങളുടെ ഇടയിലൂടെ നമ്മൾ പോകുന്നതായി നമുക്കൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുർസോങ് എത്തി. കുർസോങ്ങിലേക്കുള്ള വഴിയിൽ ഞങ്ങൾ പോകാതെ വേറൊരിക്കൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരികെ ഞങ്ങളുടെ യാത്ര തിരിച്ചു. ഇനി ഡൗൺ സൈഡ് ആയതുകൊണ്ട് വണ്ടി തനിയെ പൊക്കോളും, നമുക്ക് വണ്ടി ഓഫ് ചെയ്തിടാം. അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഇത്രയും നേരം ട്രാവൽ ചെയ്ത ആ ഒരു ക്ഷീണം തീർക്കാനായിട്ട്. ഈ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ നല്ല വ്യൂ പോയിൻ്റാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് മോമോസും ചായയും പിന്നെ ആലു സൂപ്പുമായിരുന്നു. മോമോസിനെ പറ്റി പറയുവാണെങ്കിൽ സൂപ്പർ അടിപൊളിയായിരുന്നു. ഇനി ആലു സൂപ്പ് അത്ര ഞങ്ങൾക്ക് ബോധിച്ചില്ല.
അടിപൊളിയാണ്. എന്ത് ഉരുളങ്കിഴങ്ങ് വേവിച്ച വെള്ളോ. അയ്യോ അയ്യോ, ഇതൊക്കെ പരീക്ഷിക്കണ്ടേ വെറൈറ്റി ഒക്കെ. മിക്സ്ചർ മാത്രമായിട്ട് വാരി കഴിക്കും. എല്ലാം കഴിച്ചതിന് ശേഷം അവിടെ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു. ഈ കാണുന്നതാണ് ചോളത്തിൻ്റെ ചെടികൾ. ഇവിടെ നേരത്തെ സ്ട്രോബെറി ആയിരുന്നു അവർ നട്ടിരുന്നത്, ഇപ്പോൾ ചോള കൃഷിയാണ്. ഇതിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ സൈഡിൽ ഇപ്പോൾ നമ്മൾ കണ്ടത്. അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കണ്ട് മനസ്സും കണ്ണും നിറച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് തിരികെ പോകുന്നു. നാളെ വൈകുന്നേരം 5 മണിക്ക് അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. See you soon. Thank you and I love you all. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ബൈ ബൈ. താങ്ക് യു.